ഞങ്ങളെ കുടുംബക്കാരെ പണ്ട് മുതലേ ഈ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടിയമ്മ കണ്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുമ്മ എന്ന് വെച്ചാൽ ഉമ്മയുടെ അനിയത്തി, അതുപോലെ തന്നെ എൻ്റെ മാമ, ഉമ്മയുടെ അനിയൻ, പിന്നെ എൻ്റെ ഉമ്മയും ഒക്കെ ഇങ്ങനെ മഞ്ഞൾ ഭയങ്കര കട്ടിയിൽ മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഇരിക്കണതൊക്കെ. പിന്നെ എന്നെയും അതുപോലെ തന്നെ ചെറിയ കുട്ടിയാകുമ്പോട്ടെ ഒരു വയസ്സ് 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ വെളിച്ചെണ്ണയിൽ ഫുള്ളിങ്ങനെ മുക്കി നിർത്തുമായിരുന്നു എൻ്റെ ഉമ്മ. അപ്പോൾ അന്നും ഇന്നും ഞങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ഒക്കെ തൊലി കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും വേസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഉണക്കി പൊടിച്ചിട്ടൊരു ജാറിലാക്കിയിട്ട് വെക്കും. അപ്പോൾ എന്തെങ്കിലും ഒക്കെ ആവശ്യം വരുമ്പോൾ നമുക്ക് തേക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ വീട്ടിൽ ഓറഞ്ച് മേടിച്ചപ്പോൾ എനിക്കും തോന്നി ഒന്ന് ഉണക്കി പൊടിച്ച് വെച്ചാലോ എന്ന്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിച്ചി പൊളിച്ച് വെയിലത്ത് നന്നായിട്ട് ഉണക്കിയിട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃന്നുള്ള സൗണ്ട് കേൾക്കും. ആ രീതിയിൽ നമ്മൾ ഉണക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മതി. വെയിൽ കുറവാണെങ്കിൽ 2 ദിവസമൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എൻ്റെ നന്നായിട്ട് ഉണങ്ങിയിട്ടിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല ടിക് ടിക് എന്നിങ്ങനെ പൊട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ആഡ് ചെയ്യാനൊന്നുമില്ല. അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് അരച്ചെടുക്കുക. ഇത് പൊടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമുക്കിങ്ങനെ കൊതി വരുന്ന പോലെ ഇപ്പോൾ തിന്നാനൊക്കെ തോന്നില്ലേ, ആ തരത്തിലുള്ള നല്ല സ്മെല്ല് ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ ഞാനത് നന്നായിട്ട് പൊടിച്ചിട്ട് ഐസ്ക്രീമിൻ്റെ ചെറിയൊരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചത്. അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് വരുന്ന പാടുകളൊക്കെ മാറി, പാടുകളും ചുളിവുകളൊക്കെ മാറി മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഇത്രയും വിലയൊക്കെ കൊടുത്തിട്ട് വൈറ്റമിൻ സി സെറമൊക്കെ മേടിച്ച് തേക്കുന്നേക്കാളും നല്ലത് സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇന്ന് ഞാനിത് പാലിലാണ് കേട്ടോ മിക്സ് ചെയ്തേക്കുന്നത്. നമുക്കിത് പാൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാലാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും. നോർമൽ വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാലെടുത്തിട്ട് അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചു. അതിൻ്റെ ശേഷം ഒരു ടീസ്പൂണ് തൈര് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യം ഒരു ലെയർ ആയിട്ടിട്ടു, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് കട്ടിയിൽ ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അത് ഞാൻ എല്ലാ പാക്കുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുക. മഞ്ഞളാണെങ്കിലും മറ്റേ ഉലുവേടതാണെങ്കിലും എല്ലാം ഞാനിങ്ങനെ ആദ്യം ഒരു ലെയറൊന്നും ജസ്റ്റ് ഒന്ന് തേക്കും. അതിൻ്റെ ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. ഓറഞ്ചിൻ്റെ സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് 3 കിലോനൊക്കെ കിട്ടും. അപ്പോൾ അത്ര വലിയ റേറ്റുള്ള സംഭവമല്ല. പിന്നെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നല്ലതാണ്. തൊലി നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട. ഉണക്കി പൊടിച്ചതുപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തിൻ്റെ ഇരിക്കും കേട്ടോ, നാശാവാണ്ടേ. ഇത് വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ മോൾക്കൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. മോനങ്ങനെ ഇരിക്കാറില്ല, മോള് തേക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവൾക്കൊക്കെ തേച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ നല്ല കട്ടിയിൽ ഒട്ടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ഇങ്ങനെ കട്ടിയിൽ ഒട്ടിപ്പിച്ച് വെച്ച കാരണം ബേസിൽ കഴുകാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ മുറ്റത്ത് പോയിട്ടാണ് കേട്ടോ വാഷ് ചെയ്തത്. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഫോണും സൂക്ഷിക്കണം, നന്നായി വാഷ് ചെയ്യുകയും ചെയ്യണം. കുറച്ച് പണിയായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് വെളുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. പാടുകളൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന്